അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഞാൻ എടുത്തിട്ടുള്ളത് സ്പ്രിംഗ് കോഴിയാണ്. വലിയ കോഴി വേണമെങ്കിൽ വലിയ കോഴി എടുക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യമായി ഞാൻ ഒരു 15 കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കഴുകിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒരു 2 വെളുത്തുള്ളി അല്ലി, 1 ടീസ്പൂൺ വിനാഗിരി ഇവയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. വെന്ത് ഒന്ന് തണുത്താൽ നമുക്ക് ചെറിയ ജാറിലിട്ടിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു 5-6 വെളുത്തുള്ളി അല്ലി, ഒരു കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി അരച്ചെടുക്കാം. ഇപ്പം നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ചിക്കനിലേക്ക് നന്നായി പുരട്ടി വെക്കാം. ചിക്കൻ്റെ ഉള്ളിലും പുറത്തെല്ലാമായിട്ട് നന്നായി പുരട്ടി വെക്കാം. അതിൻ്റെ ഉപ്പും മുളകെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. കുറച്ചധികം അരക്കണം, കുറച്ച് മാറ്റി വെക്കണം. പുരട്ടിയതിന് ശേഷം കുറച്ച് മസാല മാറ്റി വെക്കണം. ഒരു 10 മിനിറ്റ് നേരം പുരട്ടി വെച്ചിട്ട് വെക്കാം നമുക്ക്, അതിൻ്റെ ഉപ്പും മുളകെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് വെള്ളവും മുളകും 1 ടീസ്പൂൺ മുളക് പൊടിയും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തൊന്ന് മിക്സാക്കിയതിന് ശേഷം പുരട്ടി വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മസാലയും കൂടി അതിലേക്ക് ചേർക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സാക്കി എടുക്കാം. എന്നാലാണ് കുറച്ചുകൂടി അതിൻ്റെ മസാലയൊക്കെ ഒന്ന് തിക്കുണ്ടാവും. എന്നിട്ടൊന്ന് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഒരു ഭാഗം വേവുന്നതിന് ശേഷം മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് ഫ്രൈ ചെയ്യാൻ നല്ലത്. നാടൻ ഡിഷാണ്, അതിനാൽ വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പോൾ ആദ്യം ഒരു ചിക്കന് ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാം. ഒന്ന് ഫ്രൈ ആയതിന് ശേഷം മറ്റേ ഭാഗം കൂടി ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു ചിക്കന് ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചിക്കനും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഫ്രൈ ചെയ്യാം. അപ്പം 2 ചിക്കനും കൂടി ഫ്രൈ ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് നമുക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അതിൻ്റെ ബാക്കി മസാലയിൽ കറിവേപ്പിലയും ഇട്ട് ഒന്ന് മിക്സാക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ആഡ് ചെയ്യാം. ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്താൽ മസാലയ്ക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും. ഒന്ന് നന്നായി മിക്സാക്കി ഒന്ന് വറ്റിച്ചെടുക്കാം. അതിന് ശേഷം അതിൻ്റെ മേലെ ഈ ഗ്രേവി നമുക്ക് ഒഴിച്ചെടുക്കാം. ഇപ്പം ഗ്രേവി എല്ലാം ചിക്കൻ മേലെ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും കൂടി വിതറാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. താങ്ക് യു.